ഹായ് ഹലോ അസ്സാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? നമുക്കിത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോ നോക്കിയാലോ? എന്താണെന്നല്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ 3 നല്ല വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇനി അത് നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മളിത് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പോലെ നൈസായിട്ട് ഇതൊന്നും അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഇതിലേക്കുള്ള സവാള ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മൊരിയിച്ചെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരിമാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കോരിമാറ്റി കൊടുത്തിട്ട് ബാക്കി സവാള കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ സവാള ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ചിക്കനിലേക്ക് നല്ല പോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു അരമണിക്കൂർ വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കനിലേക്ക് മസാലയൊക്കെ നല്ല പോലെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടും ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ ചിക്കൻ വേവിച്ചെടുക്കില്ലേ, അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ള മെത്തേഡിലൂടെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്കുള്ള അരി ഒന്ന് കുതിർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 4 കപ്പ് അരി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു ക്വാണ്ടിറ്റിയിൽ അരി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അരിയിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് നേരം ഒന്ന് കുതിർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഫുള്ളായിട്ട് ഒഴിച്ചെടുക്കണം. നമ്മൾ അരി എടുത്തതിൻ്റെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നല്ല പോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുതിർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ എടുക്കാം. നമുക്ക് ഈ ഒരു അരി കുതിർന്ന് കിട്ടുന്ന സമയം കൊണ്ട് തന്നെ ഇതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടില്ലേ, ആ ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനില്ലേ, അത് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 ഭാഗവും നന്നായിട്ട് മൊരിച്ചെടുക്കുന്നേ ഉള്ളൂ, അല്ലാതെ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ നല്ല പോലെ തന്നെ 2 സൈഡും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ മറിച്ചിട്ട് കൊടുത്തിട്ട് 2 ഭാഗവും നല്ല പോലെ ഒന്നും മൊരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചിക്കനൊക്കെ ഫുള്ളായിട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ വലിയ തക്കാളി ആണെങ്കിൽ 1 എടുത്താൽ മതി കേട്ടോ, ചെറുതാണെങ്കിൽ 2 എടുക്കുക. ഇനി ഇതൊന്ന് ഈ ഒരു ഓയിലൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. ഓയിൽ കിടന്നിട്ട് ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ഒരു ടൈമിൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഈ ഒരു റൈസിനിടെ അത്യാവശ്യം കുറച്ച് സ്പൈസി ഒക്കെയാണ്. അപ്പോൾ ഇതാ നല്ല എരിവൊക്കെയുള്ള പച്ചമുളകൊക്കെ എടുത്തിട്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് അത്ര വേണ്ടെന്നാണെങ്കിൽ പച്ചമുളകൊക്കെ എണ്ണം കുറച്ചിട്ടെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നല്ല പോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വന്ന് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന ടൈമിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളേ ആ ഒരു സവാളയിൽ നിന്ന് 1/4 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി 1/4 ഭാഗം നമ്മൾ ദമ്മിടുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഫുള്ളായിട്ട് സവാളയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ നമുക്കിതിലേക്കുള്ള അരി ഒന്ന് വേവാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും ചേർത്ത് കൊടുക്കാം. പിന്നെ സ്പൈസസ് ആയിട്ടുള്ള ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പിന്നെ ബേ ലീഫ് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 2 ഏലക്കായും ഒരു വലിയ ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ പീസ് പട്ട, 3-4 ഗ്രാമ്പൂ ഇത്രയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകയില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ, നല്ല പോലെ തിളച്ച് വരാനായിട്ട്. ഇനി നമ്മുടെ മസാലയിലേക്ക് 1/2 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ തൈര് തന്നെ നല്ല ലൂസായതുകൊണ്ട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, ഒരുപാട് കുഴഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. നല്ല ലൂസായിട്ടുള്ള തൈരാണ് കേട്ടോ ഇത്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. പിന്നെ 1 ടീസ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് തന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ തന്നെ നമുക്കിതിലേക്ക് പുതിനയിലയും മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ രണ്ടും ഒരേ അളവിലെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 കപ്പ് അളവിൽ രണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിക്കനില്ലേ, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ ഒരു ചിക്കൻ മസാലയിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുക്കായിട്ട് വരണം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വെള്ളം നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഇതിലേക്ക് ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ അരി ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അരി ഇതിൽ കിടന്നിട്ട് ഒരു 19% വേവാവണം കേട്ടോ. ഫുള്ളായിട്ട് വെന്ത് കിട്ടണ്ട, ഒരു 80 to 19% ഒക്കെ വെന്ത് കിട്ടിയാൽ മതി. ബാക്കി വേവ് നമ്മൾ ദമ്മിടുന്ന സമയത്ത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇത് അരി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാലയിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 2 ടീസ്പൂൺ അളവിൽ. ആ ഒരു ഗീയുടെ നല്ല സ്മെല്ലൊക്കെ കിട്ടും, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മളിങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ഇനി ഇത് നല്ല പോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുരുമുളക് പൊടി നിങ്ങൾക്ക് നേരത്തെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നില്ലേ, ആ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അരി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊരു 2-3 മിനിറ്റ് നേരം കൊണ്ട് തന്നെ നല്ലപോലെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇപ്പോൾ അരിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ഊറ്റി വെക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിലാണ് ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ മസാലപ്പൊടികൾ ചേർക്കുന്ന ടൈമിൽ കുരുമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാമെന്ന്. അപ്പം നിങ്ങൾ നേരത്തെ മസാലപ്പൊടികൾ ചേർക്കുന്ന ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കും കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. അപ്പം നിങ്ങൾ ആ ഒരു മസാലയൊക്കെ ചേർക്കുന്ന ടൈമിൽ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇത് ആദ്യം പകുതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ബേ ലീഫും ഗ്രാമ്പും പട്ടയും ഒക്കെ ഒന്ന് എടുത്ത് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഒക്കെ വരും. നമുക്ക് കടിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റാം. ഇനി റൈസ് പകുതി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സവാള വറുത്തതില്ലേ അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതുകൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുള്ളായിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗീയും കൂടി ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതൊക്കെ ചെയ്തതിന് ശേഷം ബാക്കി റൈസ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ വീണ്ടും ഒന്നുകൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ടൊക്കെ ഫുള്ളായിട്ട് പോയിട്ടാണുള്ളത്. ജലദോഷമൊക്കെ വന്നിട്ട് സൗണ്ട് മൊത്തത്തിൽ മാറിയിട്ടാണുള്ളത്. അപ്പം നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ക്ഷമിച്ചേക്കാം. എന്നിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ഒന്നുകൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒരു അടപ്പൊക്കെ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനി ആവി പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു ഫോയിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലുള്ളൊരു പാൻ അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ നേരം നമുക്ക് ദം ചെയ്തെടുക്കാം. പിന്നെ ഒരു 1/4 മണിക്കൂർ കൂടി വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതൊന്ന് തുറന്നു കൊടുക്കുന്നത്. അപ്പം നല്ല പോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മൾ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതൊന്ന് സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു റൈസും പിന്നെ ചിക്കനൊക്കെ മുകളിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.